ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ദി അൾട്ടിമേറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഫ്രാഞ്ചൈസി ആയ അവതാർ ഫിലിം സീരീസിലെ തേർഡ് ഫിലിമായ അവതാർ ഫയർ ആൻഡ് ആഷ് റിലീസ് ആവാൻ പോവല്ലേ. ആദ്യ രണ്ട് ഫിലിംസ് ആയ അവതാർ ആൻഡ് അവതാർ ദി വേ ഓഫ് വാട്ടർ കണ്ടിട്ടില്ലാത്തവരായി ആരും ഉണ്ടാവില്ല എന്നറിയാം. എങ്കിലും ഈ തേർഡ് ഫിലിമിന് തൊട്ടു മുമ്പായി ടോട്ടൽ 6 മണിക്കൂർ കമ്പൈൻഡ് റൺ ടൈം വരുന്ന രണ്ട് മൂവീസും റീവിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്മറീസ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ സഹായിക്കും എന്ന് കരുതിയാണ് ഇന്നത്തെ ഈ ക്വിക്ക് റീക്യാപ്പ് വീഡിയോ. സോ കൂടുതൽ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വേഗം റീക്യാപ്പിലേക്ക് പോവാം. കമോൺ. അവതാർ 1ന്റെ കഥ തുടങ്ങുന്നത് CE2154 എന്ന ഡിസ്റ്റന്റ് ഫ്യൂച്ചറിലാണ്. ഇപ്പോൾ ഭൂമിയിലെ നാച്ചുറൽ റിസോഴ്സസ് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. റിസോഴ്സസ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ അഥവാ RDA എന്നറിയപ്പെടുന്ന കോർപ്പറേറ്റ് കമ്പനി ഇപ്പോൾ ആൽഫ സെന്റോറി എന്ന സ്റ്റാർ സിസ്റ്റത്തിലെ പാൻഡോറ എന്ന ഉപഗ്രഹം കേന്ദ്രമാക്കി അവിടെ നിന്നും അൺഒബ്റ്റേനിയം എന്ന വളരെ വിലയേറിയ ഒരു മിനറൽ മൈൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാൻഡോറയിലെ അറ്റ്മോസ്ഫിയർ മനുഷ്യർക്ക് വളരെ ടോക്സിക് ആണ്. മാത്രമല്ല അവിടുത്തെ നേറ്റീവ്സ് എന്ന് പറയുന്നത് പ്രകൃതിയുമായി വളരെയധികം ഇണങ്ങി ജീവിക്കുന്ന 10 അടിയോളം ഉയരവും ബ്ലൂ സ്കിന്നും ഉള്ള സാപ്പിയന്റ് ഹ്യൂമനോയിഡ്സ് ആയ നാവി എന്ന വർഗമാണ്. പാൻഡോറയിൽ എക്സ്പ്ലോറേഷൻസ് നടത്താൻ ഹ്യൂമൻ സയന്റിസ്റ്റ് തങ്ങളുടെ ജനറ്റിക്കലി മാച്ച്ഡ് നാവി ഹ്യൂമൻ ഹൈബ്രിഡ് ശരീരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ ശരീരങ്ങളെയാണ് അവതാർസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു അവതാർ ഓപ്പറേറ്റർ ആകേണ്ടിയിരുന്ന ടോം മരിക്കുമ്പോഴാണ് അവന്റെ ജനറ്റിക്കലി സിമിലർ ആയ ട്വിൻ ബ്രദറും ഒരു ഹാൻഡിക്യാപ്ഡ് എക്സ് ആർമി വെറ്ററനുമായ ജേക്ക് സള്ളി ആ സ്ഥാനം ഏറ്റെടുത്ത് പാൻഡോറയിലേക്ക് എത്തുന്നത്. അവതാർ പ്രോഗ്രാമിന്റെ ഹെഡായ ഡോക്ടർ ഗ്രേസ് അഗസ്റ്റിൻ ജേക്കിനെ ഈ സയന്റിഫിക് മിഷന് സ്യൂട്ടബിൾ ആയ വ്യക്തിയായി കണക്കാക്കുന്നില്ല എങ്കിലും അവനെ ഒരു ബോഡി ഗാർഡായി അക്സെപ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ഒരു ദിവസം പാൻഡോറയുടെ സർഫസ് എക്സ്പ്ലോർ ചെയ്യാൻ ഗ്രേസിന്റെയും ഡോക്ടർ നോം സ്പെൽമാന്റെയും അവതാർസിന് കൂട്ടുപോകുന്നതിനിടയിൽ പാൻഡോറയിലെ ഒരു വന്യജീവി ആക്രമണം നേരിടുന്ന ജേക്ക് ഒരുവിധ രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടുന്നെങ്കിലും കൂട്ടം തെറ്റി പോകുന്നു. അവിടെ അവനെ ഒരു നാവി പെൺകുട്ടിയായ നെയ്റ്റിരി കൂടുതൽ വൈൽഡ് ആനിമൽസിൽ നിന്ന് രക്ഷിക്കുന്നു. അവന്റെ സർവൈവലും മറ്റു ചില പ്രകൃതി ലക്ഷണങ്ങളും ഒരു നല്ല സൂചനയായി കരുതുന്ന നെയ്റ്റിരി അവനെ തന്റെ ആളുകളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നെയ്റ്റിരിയുടെ അമ്മയും വംശത്തിന്റെ സ്പിരിച്വൽ ലീഡറുമായ മൊവാറ്റ് അവനൊരു പ്യോർ സ്പിരിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്റെ മകളോട് ജേക്കിനെ നാവി സമൂഹത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കാൻ പറയുന്നു. അതേസമയം RDAയുടെ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഹെഡായ കേണൽ മൈൽസ് ക്വാറിച്ച് നാവിയെയും അവരുടെ സെൻട്രൽ സെറ്റിൽമെന്റ് അഥവാ പ്രധാന വാസസ്ഥലമായ ഹോം ട്രീയെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയാൽ ജേക്കിന്റെ വാക്കിംഗ് എബിലിറ്റി റീസ്റ്റോർ ചെയ്ത് കൊടുക്കാം എന്ന് ഓഫർ ചെയ്യുന്നു. കാരണം ഈ ഹോം ട്രീയുടെ കീഴിലാണ് അൺഒബ്റ്റേനിയത്തിന്റെ ഏറ്റവും സമ്പന്നമായ നിക്ഷേപം സ്ഥിതി ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയ ഗ്രേസ് തന്റെ റീസർച്ച് കണ്ടിന്യൂ ചെയ്യാനായി ജേക്കിനും നോമിനും ഒപ്പം ഒരു റിമോട്ട് ഔട്ട് പോസ്റ്റിലേക്ക് എത്തുന്നു. നെയ്റ്റിരിയുടെ ഗൈഡൻസിന്റെ കീഴിൽ ജേക്ക് നാവി സമൂഹത്തിൽ ഇണങ്ങിച്ചേരാൻ ശീലിക്കുന്നതിനിടെ അവരിരുവരും പ്രണയത്തിലാവുകയും നാവി ട്രഡീഷൻസ് പ്രകാരം പാർട്ട്നേഴ്സായി അന്യോന്യം സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ നാവീസിനോട് അടുത്ത് കഴിഞ്ഞ ജേക്ക് ഒരു സീക്രട്ട് നാവി സൈറ്റിന് ഭീഷണിയാകുന്ന RDAയുടെ ഒരു ബുൾഡോസർ ഡിസേബിൾ ചെയ്യാൻ നിർബന്ധിതനാകുമ്പോൾ RDA അഡ്മിനിസ്ട്രേറ്റർ പാർക്കർ സെൽഫ്രിഡ്ജ് ഹോം ട്രീയെ തന്നെ നശിപ്പിക്കാൻ ഓർഡർ ഇടുന്നു. ഹോം ട്രീ നശിപ്പിക്കുന്നത് പാൻഡോറയുടെ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്കിനെ സാരമായി ബാധിക്കുമെന്ന് ഡോക്ടർ ഗ്രേസ് മുന്നറിയിപ്പ് നൽകിയിട്ടും സെൽഫ്രിഡ്ജ് ജേക്കിനും ഗ്രേസിനും നാവി വർഗത്തെ അവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്തു പോകാൻ 1 മണിക്കൂർ സമയം മാത്രം നൽകുകയാണ് ചെയ്യുന്നത്. സോ ഇതിനായി താൻ മനുഷ്യർക്ക് വേണ്ടി നാവീസിനെ സ്പൈ ചെയ്യുകയായിരുന്നു എന്ന് ജേക്കിന് സമ്മതിക്കേണ്ടി വരുന്നു. അതോടെ നാവീസ് ജേക്കിനെയും ഗ്രേസിനെയും ബന്ദികളാക്കുന്നു. ഇപ്പോൾ ക്വാറിച്ചിന്റെ സൈന്യം ഹോം ട്രീ നശിപ്പിക്കാൻ എത്തുകയും വംശതലവൻ കൂടിയായ നെയ്റ്റിരിയുടെ അച്ഛൻ ഉൾപ്പെടെ നിരവധി നാവീസിനെ കൊല്ലുകയും ചെയ്യുന്നു. യുദ്ധത്തിനിടയിൽ മൊവാറ്റ് ജേക്കിനെയും ഗ്രേസിനെയും മോചിപ്പിക്കുന്നു. പക്ഷെ താമസിയാതെ അവർ അവരുടെ അവതാർസിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുകയും അവരുടെ ഹ്യൂമൻ ഫോംസിനെ ക്വാറിച്ചിന്റെ ആളുകൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നു. യുദ്ധസമയത്തെ ക്വാറിച്ചിന്റെ ബ്രൂട്ടാലിറ്റി കണ്ട് ഡിസ്കസ്റ്റഡ് ആകുന്ന പൈലറ്റ് ട്രൂഡി ചെക്കോൻ ജേക്കിനെയും ഗ്രേസിനെയും നോമിനെയും അയാളുടെ പിടിയിൽ നിന്ന് ഗ്രേസിന്റെ ഔട്ട് പോസ്റ്റിലേക്ക് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. പക്ഷെ എസ്കേപ്പിനിടെ ക്വാറിച്ച് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ ഗ്രേസിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഇപ്പോൾ ജേക്ക് നാവികളുടെ വിശ്വസ്തത വീണ്ടെടുക്കാൻ അവർ ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മാസീവ് ഡ്രാഗന് സമാനമായ ജീവിയായ ടോറക്കുമായി ജീവൻ പണയം വെച്ച് ബോണ്ട് ചെയ്ത് അവർക്ക് മുന്നിലേക്ക് അതിന്റെ മുകളിൽ കയറി പറന്നെത്തുന്നു. ടോറക്കിനെ റൈഡ് ചെയ്യുന്ന അവൻ ഇപ്പോൾ ടോറക് മക്തോ എന്ന സ്ഥാനം കൂടി നേടിയിരിക്കുകയാണ്. ആൻഡ് ടോറക് മക്തോ നെയ്റ്റിരിയുടെ ക്ലാനായ ഒമെറ്റിക്കൈൻസിന് മാത്രമല്ല മറ്റുള്ള നാവി വംശങ്ങൾക്ക് കൂടി ബഹുമാന്യനായ ഒരു ലെജൻഡറി പൊസിഷൻ ആണ്. അങ്ങനെ വീണ്ടും നാവീസിന്റെ വിശ്വാസം നേടിയ ജേക്ക് മൊവാറ്റിനോട് ഗ്രേസിനെ രക്ഷിക്കാൻ അപേക്ഷിക്കുന്നു.
ട്രീ ഓഫ് സോൾസ് എന്ന സീക്രട്ട് ട്രീയുടെ സഹായത്തോടെ ഗ്രേസിന്റെ കോൺഷ്യസ്നെസ്സിനെ പെർമനന്റ്ലി അവളുടെ അവതാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ ഈ അറ്റംപ്റ്റ് പരാജയപ്പെടുകയും ഗ്രേസ് മരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒമറ്റിക്കായന്റെ പുതിയ ചീഫായ സൂറ്റയുടെ സപ്പോർട്ടോടെയും തന്റെ ടോറിക് മക്തോ പൊസിഷൻ ഉപയോഗിച്ചും ജേക്ക് മറ്റ് നിരവധി നാവി ക്ലാൻസിനെ ഒന്നിപ്പിക്കുകയും RDAക്കെതിരായ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ അവരോട് ആഹ്വാനം ചെയ്യുകയുമാണ്. നാവീസിന്റെ മനോവീര്യം തകർക്കാൻ ക്വാറിച്ച് ട്രീ ഓഫ് സോൾസിന് നേരെ ഒരു മേജർ അസോൾട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നു. യുദ്ധത്തിന് മുൻപ് പാൻഡോറയുടെ ന്യൂറൽ നെറ്റ്വർക്ക് മുഖേന ജേക്ക് നാവിയുടെ ദൈവമായ ഏവയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് യുദ്ധത്തിൽ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇതിൽ ട്രൂഡിയുടെയും സൂറ്റയുടെയും മരണങ്ങൾ കൂടി ഉൾപ്പെടുന്നു. യുദ്ധത്തിന്റെ ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ പാൻഡോറയിലെ വൈൽഡ് ലൈഫ് വളരെ അപ്രതീക്ഷിതമായ പോരാട്ടത്തിൽ പങ്കുചേരുകയും ഹ്യൂമൻ ഫോഴ്സസിനെ കീഴടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് ഏവ ജേക്കിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതായാണ് നെയ്റ്റീരി കാണുന്നത്. ഇപ്പോൾ ഒരു AMP കോമ്പാക്ട് സ്യൂട്ട് ധരിച്ചിരിക്കുന്ന ക്വാറിച്ച് തന്റെ എയർക്രാഫ്റ്റിന്റെ ക്രാഷ് അതിജീവിക്കുകയും ജേക്കിന്റെ ഹ്യൂമൻ ബോഡി അടങ്ങിയ അവതാർ ലിങ്ക് യൂണിറ്റ് തുറന്ന് അവന്റെ റിയൽ ശരീരത്തെ ആക്രമിക്കുകയും അതിനെ പാൻഡോറയുടെ ടോക്സിക് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജേക്കിന്റെ അവതാറിനെ കൊല്ലാൻ ക്വാറിച്ച് തയ്യാറെടുക്കുമ്പോൾ നെയ്റ്റീരി കൃത്യസമയത്ത് അവിടെ എത്തുകയും അയാളെ അമ്പെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. ശേഷം അവൾ ജേക്കിന്റെ ഹ്യൂമൻ ഫോമിനെ സഫക്കേഷനിൽ നിന്ന് രക്ഷിക്കുകയും ആദ്യമായി അവന്റെ മനുഷ്യ ശരീരം കാണുകയും ചെയ്യുന്നു. ഇപ്പോൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞ നാവീസ് ജേക്ക്, നോം, പിന്നെ മറ്റ് ചുരുക്കം ചിലർ എന്നിവർ ഒഴികെ എല്ലാ മനുഷ്യരെയും പാൻഡോറയിൽ നിന്ന് പുറത്താക്കുന്നു അഥവാ നാടുകടത്തുന്നു. ചിത്രം അവസാനിക്കുമ്പോൾ ജേക്കിന്റെ കോൺഷ്യസ്നെസ്സിനെ ട്രീ ഓഫ് സോൾസിന്റെ സഹായത്തോടെ പെർമനന്റ്ലി അവന്റെ അവതാർ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവൻ എന്നേക്കുമായി നാവീസിനൊപ്പം അവരിൽ ഒരാളായി ജീവിക്കാൻ തയ്യാറെടുക്കുന്നു. അവതാർ ദ വേ ഓഫ് വാട്ടർ ആരംഭിക്കുമ്പോൾ പാൻഡോറയിൽ നിന്ന് നാവീസ് RDAയെ തുരത്തിയിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജേക്ക് സള്ളി ഒമറ്റിക്കായ ക്ലാന്റെ തലവനാണ്. അവൻ നെയ്റ്റീരിയുമായി ചേർന്ന് തന്റെ ഫാമിലി ലൈഫ് നയിക്കുകയാണ്. അവർക്ക് മക്കളായി നെറ്റേയം, ലോവാക് എന്നീ ആൺകുട്ടികളും ക്യൂക്ക് എന്നൊരു പെൺകുട്ടിയും പിന്നെ ഡോക്ടർ ഗ്രേസ് അഗസ്റ്റിന്റെ ഇനേർട്ട് അവതാറിൽ നിന്ന് ജനിച്ച അഡോപ്റ്റഡ് ഡോട്ടറായ കിറിയും ആണ് ഉള്ളത്. മരിച്ചുപോയ കേണൽ മൈൽസ് ക്വാറിച്ചിന്റെ മകനും ഇപ്പോൾ ഹ്യൂമൻ സയന്റിസ്റ്റ് വളർത്തുന്നതുമായ സ്പൈഡർ എന്ന ഹ്യൂമൻ ബോയ് പാൻഡോറയിലെ ഈ കുട്ടികളെ സ്ഥിരമായി സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ RDA പാൻഡോറയെ വീണ്ടും കോളനൈസ് ചെയ്യാനായി തിരികെ എത്തുമ്പോൾ അവർ റീകോമ്പിനൻസിനെ, അതായത് മരിച്ചുപോയ ഹ്യൂമൻ സോൾജിയേഴ്സിന്റെ മെമ്മറീസ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന നാവി അവതാർസിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് സാക്ഷാൽ ക്വാറിച്ചിന്റെ റീകോമ്പിനന്റ് വേർഷൻ തന്നെയാണ് അവരെ നയിക്കുന്നത്. തിരിച്ചെത്തിയ RDAക്കെതിരെ ജേക്ക് ഒരു ഗറില്ല റെസിസ്റ്റൻസ് നയിക്കുന്നു. ഇതിനെതിരെയുള്ള ഒരു കൗണ്ടർ ഇൻസർജൻസി മിഷനിടെ ക്വാറിച്ചും സംഘവും ജേക്കിന്റെ കുട്ടികളെ പിടികൂടുന്നു. ജേക്കും നെയ്റ്റീരിയും ചേർന്ന് അവരെ രക്ഷിക്കുന്നെങ്കിലും പക്ഷെ ക്വാറിച്ച് സ്പൈഡറിനെ പിടികൂടുകയും ആ കുട്ടി തന്റെ മകനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇന്ററോഗേഷനിലൂടെ സ്പൈഡറിൽ നിന്നും യൂസ്ഫുൾ ആയ എന്തെങ്കിലും ഇൻഫർമേഷൻ ശേഖരിക്കുന്നതിൽ RDA പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്വാറിച്ച് അവനുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. അവർ ഒന്നിച്ച് സമയം ചിലവഴിക്കുമ്പോൾ സ്പൈഡർ ക്വാറിച്ചിനെ നാവി ഭാഷയെയും കൾച്ചറിനെയും കുറിച്ച് പഠിപ്പിക്കുന്നു. സ്പൈഡറിന് അറിയാവുന്ന വിവരങ്ങൾ തങ്ങളെ അപകടത്തിലാക്കും എന്ന് ഭയന്ന് ജേക്ക് കുടുംബത്തോടൊപ്പം ഒമറ്റിക്കായ ഹോംലാൻഡ് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. അവൻ തന്റെ ഫാമിലിയെ പാൻഡോറയുടെ കിഴക്കൻ കടലുകളിലേക്ക്, അതായത് മെറ്റ്കൈന എന്ന അക്വാട്ടിക് ക്ലാന്റെ വാസസ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. അവിടെ ഫാമിലി പതുക്കെ മെറ്റ്കൈന ലൈഫ് സ്റ്റൈലിലേക്ക് ലയിക്കുന്നു. കിറി കടലുമായി ഒരു ഡീപ് സ്പിരിച്വൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അതേസമയം ജേക്കും നെയ്റ്റീരിയും ക്ലാൻ ലീഡേഴ്സായ ചീഫ് ടോനോവാരിയെയും ഭാര്യ റോണലിനെയും സഹായിക്കുന്നു. അവരുടെ മകളായ സിറിയയുമായി ലോവാക്കും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. ടോനോവാരിയുടെ മകൻ ഔനങ് കിറിയെ പരിഹസിക്കുന്നത് ഒരു സംഘർഷത്തിലേക്കും തുടർന്ന് അവനും ലോവാക്കുമായി ഒരു ഫൈറ്റ് നടക്കുന്നതിലേക്കും നയിക്കുന്നു. തുടർന്ന് ജേക്കിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഫൈറ്റിന് തുടക്കമിട്ടതിന് ലോവാക് ക്ഷമ ചോദിക്കുന്നു. പിന്നീട് ഔനങ്ങും കൂട്ടരും ചേർന്ന് ലോവാക്കിനെ ഒരു ഹണ്ടിങ് എക്സ്പെഡിഷൻ എന്ന പേരിൽ വശീകരിച്ചു കൊണ്ടുപോയി അവനെ കടലിലെ അപകടകരമായ മേഖലയിൽ ഉപേക്ഷിക്കുന്നു. ലോവാക്കിനെ പായാക്കാൻ എന്ന പേരുള്ള ഒരു ടുൽക്കനാണ് അവിടെ നിന്ന് രക്ഷിക്കുന്നത്. ടുൽക്കൻസ് എന്നാൽ നമ്മുടെ തിമിംഗലങ്ങൾക്ക് സമാനമായതും വളരെ ഇന്റലിജന്റും സമാധാനപ്രിയരും മെറ്റ്കൈനാസ് സ്പിരിച്വൽ ഫാമിലിയായി കണക്കാക്കുന്നതുമായ ജീവിവർഗങ്ങളാണ്. ലോവാക് പായക്കാനുമായി ബോണ്ട് ചെയ്യുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന അവൻ സത്യം വെളിപ്പെടുത്തി ഔനാങ്ങിനെ കുറ്റക്കാരനാക്കുന്നതിന് പകരം സ്വയം കുറ്റം ഏറ്റെടുക്കുകയും അതുവഴി ഔനാങ്ങിന്റെ റെസ്പെക്ട് നേടിയെടുക്കുകയും ചെയ്യുന്നു. ശേഷം മറ്റ് ടുൽക്കൻസിനെ പോലെ അല്ല പായക്കാൻ വയലന്റ് ആയ ഒരു ഔട്ട്കാസ്റ്റ് ആണെന്ന് ലോവാക് മറ്റുള്ളവരിൽ നിന്നും അറിയുന്നു. പിന്നീട് ഒരിക്കൽ കിറി മെറ്റ്കൈനാസിന്റെ അണ്ടർ വാട്ടർ സ്പിരിറ്റ് ട്രീയുമായി കണക്ട് ചെയ്യുകയും അവൾ ഗ്രേസിന്റെ ഒരു വിഷൻ കാണുകയും ചെയ്യുന്നു. പക്ഷെ ഈ എക്സ്പീരിയൻസിനിടെ അവൾക്ക് സീഷർ ഉണ്ടാവുകയും മുങ്ങി മരിക്കാറായ അവസ്ഥയിലാവുകയും ചെയ്യുന്നു.
ജെയ്ക്ക് സയന്റിസ്റ്റ് ആയ നോം സ്പെൽമാനെയും മാക്സ് പട്ടേലിനെയും വിളിച്ചു വരുത്തുന്നു. അവർ കിറിക്ക് എപ്പിലെപ്സി ആണെന്ന് ഡയഗ്നോസ് ചെയ്യുകയും അണ്ടർ വാട്ടർ സ്പിരിറ്റ് ട്രീയുമായി ഒരിക്കൽ കൂടി ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവളുടെ മരണത്തിന് തന്നെ കാരണമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതേസമയം ക്വാറിച്ച് നോമിന്റെയും മാക്സിന്റെയും എയർക്രാഫ്റ്റ് ട്രാക്ക് ചെയ്ത് അവർ മെറ്റ്കെയ്ന ആർച്ചിപെലാഗോ അഥവാ ദ്വീപ സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സ്പൈഡറിനെ കൂടെ ഒപ്പം കൊണ്ടുവരുന്ന ക്വാറിച്ച് RDAയുടെ മറൈൻ ഓപ്പറേഷൻസിനൊപ്പം ഒത്തുചേരുകയും ട്വിൽക്കൻസിനെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഒരു വെയിലിംഗ് വെസലിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ക്വാറിച്ചിന്റെ സൈന്യം ആർച്ചിപെലാഗോ റെയ്ഡ് ചെയ്തുകൊണ്ട് ലോക്കൽ ട്രൈബ്സിനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നെങ്കിലും പക്ഷെ ജെയ്ക്കിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവനെ പുറത്തു വരുത്താൻ ക്വാറിച്ച് വില്ലേജസിന് തീയിടാൻ തുടങ്ങുന്നു. ഇതിനിടെ പായക്കാനുമായുള്ള മെന്റൽ കണക്ഷനിലൂടെ മുമ്പ് തന്റെ അമ്മയെ കൊന്ന ഹ്യൂമൻ വെയിലേഴ്സിനെ അറ്റാക്ക് ചെയ്തതിലൂടെ ട്വിൽക്കൻസിന്റെ സമാധാന പ്രതിജ്ഞ ലംഘിച്ചതിനാലാണ് പായക്കാൻ ഒരു ഔട്ട്കാസ്റ്റ് ആയതെന്ന് ലോവാക് മനസ്സിലാക്കുന്നു. RDAയുടെ ട്വിൽക്കൻ കൂട്ടക്കൊലയെ കുറിച്ച് മെറ്റ്കൈനാസ് അറിയുമ്പോൾ ലോവാക് മറ്റുള്ള കുട്ടികളോടൊപ്പം പായക്കാന് മുന്നറിയിപ്പ് നൽകാനായി പോകുന്നു. എന്നാൽ പായക്കാനെ പിടികൂടാനായി ടാഗ് ചെയ്തിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തുന്നു. എങ്കിലും പായക്കാൻ രക്ഷപ്പെടുന്നു. പകരം കുട്ടികളെ RDA പിടികൂടുന്നു. ജെയ്ക്കും നെയ്റ്റിരിയും മെക്കൈനാസും ചേർന്ന് ഹ്യൂമൻസിനെ നേരിടാനും കുട്ടികളെ രക്ഷപ്പെടുത്താനുമായി എത്തുന്നു. കുട്ടികളെ മുൻനിർത്തി ക്വാറിച്ച് ജെയ്ക്കിനെ സറണ്ടർ ചെയ്യാൻ നിർബന്ധിക്കുന്നു. പക്ഷെ കൃത്യസമയത്ത് പായക്കാൻ വെയിലിംഗ് വെസലിനെ അറ്റാക്ക് ചെയ്യുന്നു. തുടർന്ന് മെറ്റ്കെയ്നാസും RDAയും തമ്മിൽ ഒരു ലാർജ് സ്കെയിൽ ബാറ്റിൽ തന്നെ ട്രിഗർ ആകുന്നു. ഇപ്പോഴും നാവീസിനോട് കൂറുള്ള സ്പൈഡർ വെയിലിംഗ് വെസലിനെ സബോട്ടാജ് ചെയ്യുന്നു. അതേസമയം നെറ്റയും എത്തി ലോവാക്, സിറിയ, സ്പൈഡർ എന്നിവരെ രക്ഷിക്കുന്നു. പക്ഷെ ഈ ക്യാവോസിനിടയിൽ നെറ്റയം വെടിയേറ്റ് മരിക്കുന്നു. തങ്ങളുടെ മകന്റെ മരണത്തിൽ തകർന്നു പോയ ജെയ്ക്കും നെയ്റ്റീരിയും കിറിയെയും ട്യൂക്കിനെയും രക്ഷിക്കാൻ RDA ഫോഴ്സസിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നു. കിറിയെ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന ക്വാറിച്ചിനെ ജെയ്ക്ക് ഒടുവിൽ നേരിടുന്നു. പക്ഷെ നെയ്റ്റീരി സ്പൈഡറിന്റെ ജീവൻ വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ക്വാറിച്ച് ട്യൂക്കിനെ വെറുതെ വിടുന്നു. എന്നാൽ ഈ കോൺഫ്രണ്ടേഷൻ അവരെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വെസലിൽ ട്രാപ്ഡ് ആക്കിയിരിക്കുകയാണ്. ഒരു ബ്രൂട്ടൽ സ്ട്രഗിളിനൊടുവിൽ ജെയ്ക്ക് ക്വാറിച്ചിനെ ശ്വാസം മുട്ടിച്ച് അബോധാവസ്ഥയിലാക്കുന്നു. ലോവാക്കും പായക്കാനും ചേർന്ന് ജെയ്ക്കിനെ രക്ഷിക്കുന്നു. അതേസമയം കിറി നെയ്റ്റിരിയെയും ട്യൂക്കിനെയും രക്ഷിക്കുന്നു. മുങ്ങി മരിക്കുന്നതിൽ നിന്നും സ്പൈഡർ ക്വാറിച്ചിനെ രക്ഷിക്കുന്നെങ്കിലും ശേഷം അയാളെ ഉപേക്ഷിച്ച് അവൻ ജെയ്ക്കിന്റെയും കുടുംബത്തിന്റെയും ഒപ്പം മടങ്ങുന്നു. പിന്നീട് നെറ്റയമിന്റെ ഫ്യൂണറലിന് ശേഷം മെറ്റ്കെയ്നാസിനെ കൂടുതൽ അപകടങ്ങളിൽ പെടുത്താതിരിക്കാൻ താൻ അവിടെ നിന്നും പോകാൻ പ്ലാൻ ചെയ്യുന്നതായി ജെയ്ക്ക് ടോനോവാരിയോട് പറയുന്നു. എന്നാൽ ടോനോവാരി ഇത് നിരസിക്കുകയും ജെയ്ക്കിനെയും ഫാമിലിയെയും തന്റെ വംശത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും അവരെ അവിടെ തന്നെ തുടരാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ജെയ്ക്കും കുടുംബവും കടൽ ജനതയ്ക്കൊപ്പമുള്ള തങ്ങളുടെ ഈ പുതിയ ജീവിതം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ RDAക്കെതിരായ പോരാട്ടം തുടരുന്നതിന് കമ്മിറ്റഡ് ആയിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സോ അതാണ് അവതാർ ആൻഡ് അവതാർ ദ വേ ഓഫ് വാട്ടർ. ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഒന്നും മിസ് ആക്കാതെ റീക്യാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. നിങ്ങളുടെ റീക്യാപ്പിനെ പറ്റിയുള്ള ഒപ്പീനിയനും പിന്നെ തേർഡ് ഫിലിം അവതാർ ഫയർ ആൻഡ് ആഷ് കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ടിങ്ങിനും എൻകറേജിങ്ങിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. എത്രയും വേഗം മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.